ഹേയ് ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ വന്നിട്ട്. അങ്ങനെ എടുത്തു തുടങ്ങിയതുമാണ്. പക്ഷേ ഡേ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുകയാണ്. സോ ഞാനതങ്ങ് നിർത്തി. ഡേ ഇൻ മൈ ലൈഫ് എടുക്കണതങ്ങ് സ്റ്റോപ്പാക്കി രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഒരു ഈവനിങ് വ്ളോഗ് ആവാമെന്ന്. എന്തായാലും ഇന്ന് എടുക്കാൻ പുറപ്പെട്ടതല്ലേ, അപ്പം ഈവനിങ് വ്ളോഗാക്കി ഞാൻ കൺവേർട്ട് ചെയ്ത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലാണ്. ഇന്നിവിടെ ഞാൻ സ്റ്റേ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ കസിൻ ഇല്ല. അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ബോറടിച്ചിട്ടിരിക്കുകയാണ്. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് ബോറുണ്ട്. വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ കുറേ നേരം റീൽസൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് അങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഫോണിൽ കുത്തി ഇരുന്ന്, എന്നിട്ട് ഫോണിലൊന്നുമില്ല കാണാനായിട്ട്. അങ്ങനത്തെ അവസ്ഥ എത്തി. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ടൊരു 4:30 അപ്പോൾ ഇനി കസിൻ ഒരു 5:15 5:30 ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യാനുണ്ട്. കുറച്ചല്ല, ഞാൻ ഇങ്ങനെ കുറേ റീൽസ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് ഒരെണ്ണം പക്കയായിട്ട് ചെയ്യാനുള്ളത് എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഒരു റീൽസ് എടുക്കണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഭയങ്കര മുട്ടായി തീറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ അമ്മച്ചിക്ക് കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കൂടുന്നോറും ജെംസ്, എക്ലെയർസ്, എന്തൊക്കെയോ മുട്ടായി, എന്തോ ഇങ്ങനെ റോള് പോലെ ഇരിക്കണതും ലോലിപോപ്പ് എന്തൊക്കെയൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു മത്ത് പിടിച്ച അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. അപ്പം കസിൻ വരട്ട്, എന്നാലേ കുറച്ചൊന്ന് ആക്റ്റീവ് ആവും. അതുവരെ ഞാൻ ഇന്നലെ ഇങ്ങനെ ഉറങ്ങിക്കിടന്നു, അതുപോലെയാണ് ഇപ്പം വരെ എൻ്റെ മുഖം ഇരിക്കണത്. മീൻസ് രാവിലെ ആയൊരു ഫീലില്ല. മീൻസ് ഇതിപ്പോൾ വൈകിട്ടെത്തി, എന്നിട്ടും എനിക്കെന്തോ ഒരു മയക്കം, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുടി ഇത്ര നേരം ഒരുമാതിരി ഇരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു മുടിയെങ്കിലും അഴിച്ചിട്ടിട്ട് നേരെ ആവട്ടെ. അങ്ങനെ മുടിയൊക്കെ അങ്ങനെയാണ് അഴിച്ചിട്ടത്. ഒരു ഉഷാറായില്ല. എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. പിന്നെ അവൾ വന്നിട്ട് ഞാൻ കാണിക്കാം. ബാക്കി വ്ളോഗ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഗായ്സ്, അഹന്ന എത്തി. അഹന്നയുടെ ക്ലാസ്സിലെ പിള്ളേരാണിത്. അങ്ങനെ അവർക്കൊരു ചിപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അവർ ഭയങ്കര ടാറ്റ പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. ഗായ്സ്, അപ്പം അഹന്ന എത്തി. ഇനിയാണ് നമ്മൾ വൈബ് തുടങ്ങണത്. അങ്ങനെ ഉണ്ടായിരുന്നു അഹന്ന? ക്ലാസ്സൊക്കെ കൊള്ളായിരുന്നോ? ഗായ്സ്, ഇത് അമ്മച്ചിയുടെ കോഴിയാണ്. കോഴികൾ. ഡാഡി ഹായ്. ഗായ്സ്, ഇത് ഇവിടുത്തെ പൂച്ചയാണ്. ഈ പൂച്ചയുടെ പേരും പൂച്ചയെന്നാണ് ഇവരെല്ലാവരും വിളിക്കണത്. പേരൊന്നും ഇട്ടിട്ടില്ല. പൂച്ച പൂച്ച. പൂച്ച മരത്തില്. ഗൈസ്, പൂച്ച മരത്തിലിരിക്കണ്. ചടിക്കോ? മ്യാവുന്ന ഇങ്ങ വാ. ചടിക്കോ. പിന്നെ അതിനുശേഷം ചിപ്സൊക്കെ കഴിച്ചിരുന്ന് പേളി മണിയുടെ പുതിയ വ്ളോഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിരുന്ന് കണ്ട്. അപ്പം ഒരു 6:30 ആയി. അഹന്നയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയാണ് അഹന്ന ട്യൂഷന് പോണത്. ഇത്രയൊക്കെ തന്നെ പറയാനുള്ള. നടക്കട്ടെ, കുറച്ച് ദൂരം ഉണ്ട്. ടൈമായി ട്യൂഷന്. ആദ്യം പോടില്ല എന്ന് വിചാരിച്ചാണ്. ചുമ്മാ എന്തിനാണ്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തോ പെട്ടെന്ന് ഈ രാത്രിയൊക്കെ ഇറങ്ങി നടന്നിട്ട് കുറേ നാളായില്ലേ. എനിക്ക് മറ്റേ ആലപ്പുഴ വൈബ് വന്നു. പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നോക്കണുണ്ട് ഇങ്ങനെ. ഗൈസ്, അപ്പോൾ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലെത്തി. ഇത് നമ്മുടെ പള്ളി വരുന്ന കുട്ടിയാണ്. ഹായ്.
ഗൈസ്, അപ്പോൾ ഇത് സജിത ആൻറ്റിയാണ്. ആൻറ്റിയാണ് എനിക്ക് മലയാളം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, +1 +2 ഒക്കെ. ഗൈസ്, അപ്പോൾ എന്താ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്താറായി. യെസ് ഗൈസ്, എത്തി. അപ്പോൾ നൈറ്റ് ഇന്ന് മാമൻ്റെ ചിലവാണ്. അപ്പോൾ നമ്മളിത് ഫുഡ് എന്ത് വേണമെന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യാണ് ഗൈസ്. അപ്പം ഡാഡിക്ക് കുറേ ഗുളികൾ കഴിക്കാനുണ്ട്, പല കളറിലുള്ള കുറേ ഗുളികൾ. സോ ഗൈസ്, നമ്മളപ്പം ക്യാരംസ് കളിക്കുകയാണ്. സോ ഗൈസ്, അപ്പം ക്യാരംസ് ഒക്കെ കളിച്ച് ഡാഡിയായിരുന്നു വിന്നർ. സെക്കൻഡ് ഞാൻ, അഹന തോറ്റ്. എന്നിട്ട് നമ്മളിനി കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഈവനിങ്, എത്ര മിനിറ്റ് ഉണ്ടാകും, കുഞ്ഞൊരു ഈവനിങ് വ്ളോഗായിരുന്നു. സോ ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.